ബിഗ് ബോസ് സീസൺ 6 ഈ പ്രാവശ്യം ഒട്ടനവധി സീരിയൽ ആക്ടേഴ്സിനാണ് ഓഡീഷൻ കോൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സീരിയൽ ആക്ടേഴ്സിനെ കൊണ്ടൊരു പ്രളയം തന്നെ തീർക്കാനാണ് ബിഗ് ബോസിൻ്റെ പ്ലാൻ. കാരണം മറ്റുള്ള സീസണുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അപേക്ഷിച്ച് ഒരുപാടധികം സീരിയൽ ആക്ടേഴ്സ് ഉണ്ടാകുന്ന ഒരു സീസൺ ആയിരിക്കും സീസൺ 6 എന്ന് പറയുന്നത്. കാരണം അത്രമാത്രം സീരിയൽ ആക്ടേഴ്സിനാണ് സീസൺ 6 ഓഡീഷൻ കോൾ പോയിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റായിട്ട് സീരിയലുകളിൽ അഭിനയിക്കുന്ന ആളുകളായാലും അതിലുപരി ഏഷ്യാനെറ്റിൻ്റെ സീരിയലുകൾ തന്നെ പ്രീവിയസ് സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച സീരിയലുകളിൽ അഭിനയിച്ചിരുന്നതായിട്ടുള്ള ഒരുപാടധികം ആക്ടേഴ്സിനാണ് ഇപ്പോൾ ഓഡീഷൻ കോൾ പോയിട്ടുള്ളത്. അതിലുപരി ഇപ്പോൾ റീസെൻ്റായിട്ട് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച സ്വാന്തനം സീരിയൽ ഒരു സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. അതിൻ്റെ ക്ലൈമാക്സ് സീനൊക്കെ ഇപ്പോഴും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു സീരിയലിലും കുറച്ചധികം ആക്ടേഴ്സിന് ഓഡീഷൻ കോൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് കേൾക്കുന്ന ഒരു കേൾവി എന്ന് പറയുന്നത് സ്വാന്തനം സീരിയലിന് ഒരു പാർട്ട് 2 ഉള്ളതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം നമുക്ക് സംസാരിക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണാൻ ശ്രമിക്കുക. പിന്നീട് ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ, എൻ്റെ യൂട്യൂബ് റവന്യൂ ഒരുപാട് പേരെന്നെ കാണുമ്പോഴും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എൻ്റെ യൂട്യൂബ് റവന്യൂ എത്രയാണെന്ന്. ബിഗ് ബോസിൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടന്റുകൾ റിവ്യൂ ചെയ്ത് ഞാൻ ഉണ്ടാക്കുന്ന പൈസ എത്രയാണെന്ന്. അപ്പോൾ കൃത്യമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്രീവിയസ് വീഡിയോ ആയിട്ട് നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കയറി കാണാൻ ശ്രമിക്കുക. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പം സ്വാന്തനം സീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ കേരളത്തിലല്ല ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്ത് വന്നിരുന്നത്. ഇത് ഹിന്ദിയിലും തമിഴിലൊക്കെ ആയിട്ട് പാണ്ഡ്യൻ സ്റ്റോഴ്സും പങ്കയ ബ്രദേഴ്സും എന്നൊക്കെ പറഞ്ഞ് സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലിൻ്റെ ഡബ്ബിംഗ് വേർഷനാണ് ഇപ്പോൾ കേരളത്തിലേക്ക് നമ്മുടെ സ്വാന്തനം എന്ന് പറഞ്ഞ സീരിയലായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ആ ഒരു ലാംഗ്വേജുകളിൽ ഈ ഒരു സീരിയൽ സംപ്രേഷണം ചെയ്തിരുന്ന സമയത്ത് ഒരുപാടധികം എപ്പിസോഡ്, ഏകദേശം 3000 എപ്പിസോഡ് അടുത്ത് സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലിൻ്റെ പകുതി പോലും നമ്മുടെ ഇവിടെ സംപ്രേഷണം ചെയ്തില്ല. ആ ഒരു പകുതിക്ക് വെച്ചാൽ അവസാനിപ്പിക്കാനുണ്ടായത്. അതുകൊണ്ട് തന്നെ പാർട്ട് 2 ഉണ്ടാകുമെന്ന് അന്ന് തന്നെ ആളുകൾ ഒരുപാട് പേരിങ്ങനെ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ സ്വാന്തനം സീരിയലിൽ അഞ്ജലി എന്ന കഥാപാത്രം ചെയ്തിരുന്ന ഗോപിക അനിലിൻ്റെ കല്യാണമായിട്ട് ഈ ഒരു സ്വാന്തനം സീരിയലിലെ എല്ലാ ആക്ടേഴ്സും ആ ഒരു മാരേജിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എല്ലാവരെയും ഇൻ്റർവ്യൂ ചെയ്ത സമയത്താണ് ഈ ഒരു പരിപാടിനെ പറ്റി ഒരു സൂചന കിട്ടുന്നത്. സ്വാന്തനം സീരിയലിനൊരു പാർട്ട് 2 ഉള്ളതായിട്ടൊരു സൂചന കിട്ടുന്നത് ആ ഒരു സമയത്തായിരുന്നു. എല്ലാ ആക്ടേഴ്സും ആ ഒരു കുത്തുള്ളൊരു സംസാരമാണ് സംസാരിച്ചത്. കാരണം സ്വാന്തനം സീരിയലിനൊരു പാർട്ട് 2 ഉണ്ടാകും എന്നുള്ള രീതിയിലൊരു സംസാരമായിരുന്നു എല്ലാ ആക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സ്വാന്തനം സീരിയലിലെ നായക കഥാപാത്രം ചെയ്തിരുന്ന സജിനും ഇപ്പം ശിവൻ എന്നൊരു കഥാപാത്രമായിരുന്നു സ്വാന്തനം സീരിയലിൽ പുള്ളിക്കാരൻ ചെയ്തിരുന്നത്. ആ ഒരു സമയത്ത് സജിനും പറഞ്ഞത് ഈ ഒരു കാര്യം തന്നെയായിരുന്നു, നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിൽ. പിന്നീട് നമ്മുടെ സ്വാന്തനം സീരിയലിലെ നായിക അല്ലെങ്കിൽ ആ ഒരു സീരിയലിലെ മെയിൻ റോള് ചെയ്തിരുന്ന ചിപ്പി രഞ്ജിത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അത് സ്വാന്തനം സീരിയലിൽ എല്ലാവരും കൂടി കൊളാബ് ചെയ്തിട്ടിരുന്നൊരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോയുടെ അടിയിൽ ഇനിയും കാത്തിരിക്കുന്നു നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കഥാപാത്രങ്ങളുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും കാണാമെന്നുള്ള രീതിയിലൊക്കെ ഒരു ടാഗ് ലൈനോട് കൂടിയാണ് ആ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഏകദേശം ഉറപ്പായി ഇതിനൊരു പാർട്ട് 2 ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 ഈ ഒരു സീരിയൽ ആക്ടേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ എത്ര പേരപ്പോൾ ഇതിലേക്ക് വരും? ഇതിനൊരു പാർട്ട് 2 ഉണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസിലേക്ക് ഇതിൻ്റെ മെയിൻ ആക്ടേഴ്സ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീരിയൽ മുന്നോട്ട് ഓടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും ഏഷ്യാനെറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഏഷ്യാനെറ്റിൻ്റെ സീരിയലുമാണ്, ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ TRP കുത്തനെ ഉയർത്തുന്ന ബിഗ് ബോസ് എന്ന പരിപാടിയുമാണ്. അപ്പോൾ രണ്ടും ഒഴിവാക്കാനായിട്ട് ഏഷ്യാനെറ്റിന് പറ്റില്ല. അപ്പോൾ എന്തായാലും സ്വാന്തനം സീരിയലിൻ്റെ ഈ ഒരു കാര്യത്തിനെ പറ്റി അന്വേഷിച്ച സമയത്ത് എന്തായാലും അതിനൊരു പാർട്ട് 2 ഉള്ളതായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത സമയങ്ങളിലൊന്നുമില്ല. ഇതിൻ്റെ ഈ ഒരു ഇപ്പോൾ സ്വാന്തനം സീരിയൽ സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ചിട്ടേ ഉള്ളൂ. ഈ ഒരു ഇല്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ബിഗ് ബോസിലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഈ ഒരു സീരിയൽ ആക്ടേഴ്സിനുണ്ട്. കാരണം ഏകദേശം 4 പേരിക്കാണ് നമ്മളുടെ അറിവിൽ ബിഗ് ബോസ് സീസൺ 6 സ്വാന്തനത്തിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുള്ളത്. അതിനകത്ത് ഒന്നാമത്തെ പേര് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 ഓഡിഷൻ കോൾ പോയിട്ടുള്ളത് സ്വാന്തനം സീരിയലിലെ മെയിൻ വില്ലത്തിയായിട്ട് അഭിനയിച്ചിരുന്ന ജയന്തി എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരുന്ന അപ്സരയ്ക്കാണ് ബിഗ് ബോസിലേക്ക് ആദ്യം തന്നെ ഓഡിഷൻ കോൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്സര വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോമഡി സ്റ്റാറിലും സ്റ്റാർട്ട് മ്യൂസിക് പോലുള്ള പരിപാടികളിലും വരുമ്പോൾ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നല്ല ചില്ലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
എന്താണ് കണ്ടന്റുകൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ദെൻ അടുത്തത് അച്ചു സുഗന്ധ്, നമ്മുടെ സ്വാതന്ത്ര്യം സീരിയലിൽ ഒരു വേഷം ചെയ്തിരുന്ന അച്ചു സുഗന്ധാണ്. അച്ചു സുഗന്ധും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഷോർട്ട് ഫിലിമിലാകട്ടെ പുള്ളിക്കാരനൊരു യൂട്യൂബ് ചാനലുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യത്തിന് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഒരുപാടധികം ഷോർട്ട് ഫിലിംസിൽ വേഷം ഇട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ്. പുള്ളിക്കാരനെയും ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. ഏകദേശം കൺഫേംഡ് കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് അച്ചു സുഗന്ധ് എന്ന് പറയുന്നത്. പിന്നീട് സ്വാതന്ത്ര്യം സീരിയലിലേക്ക് മൂന്നാമതായിട്ട് ഓഡിഷൻ കോൾ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം സീരിയലിൽ നിന്ന് ബിഗ് ബോസിലേക്ക് മൂന്നാമതായിട്ട് ഓഡിഷൻ കോൾ പോയിട്ടുള്ളത് നമ്മുടെ രാജീവ് പരമേശ്വരനാണ്. സ്വാതന്ത്ര്യം സീരിയലിലെ എന്താണ് ബാലേട്ടൻ എന്ന വേഷം ചെയ്തിരുന്ന നമ്മുടെ രാജീവ് പരമേശ്വരനും ബിഗ് ബോസ് സീസൺ 6 ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കേൾവി എന്ന് പറയുന്നത്. ദെൻ അടുത്തത് സ്വാതന്ത്ര്യം സീരിയലിൽ നിന്ന് ബിഗ് ബോസിലേക്ക് ഓഡിഷൻ കോൾ പോയിട്ടുള്ള അവസാനത്തെ ആളാണ് സജിൻ. നമ്മുടെ സ്വാതന്ത്ര്യം സീരിയലിലെ നായക കഥാപാത്രം ചെയ്തിരുന്ന ശിവൻ എന്ന കഥാപാത്രം ചെയ്തിരുന്ന സജിനും ബിഗ് ബോസ് സീസൺ 6 ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. അത് അത്ര കൺഫേംഡ് ആണെന്ന് അറിയുന്നില്ല, നമ്മൾ ഓഡിഷൻ കോൾ പോയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ഇനിയും സ്വാതന്ത്ര്യം സീരിയലിൽ നിന്ന് ആളുകളെ വിളിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഈ ഒരു 4 പേരുടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഈ ഒരു 4 പേര് മാത്രമാണ്. ഇവരുടെ കാര്യമാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇവർ 4 പേരിൽ ഏതെങ്കിലും ഒരാളെ നമുക്ക് എന്തായാലും സീസൺ 6 പ്രതീക്ഷിക്കാം. സ്വാതന്ത്ര്യം സീരിയലിൽ ഒരു പാർട്ട് 2 ഉണ്ടെങ്കിൽ തന്നെ അതിന് കുറച്ച് സമയം എടുക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അതിൻ്റെ സംവിധായകൻ അന്തരിച്ച കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അതിനുശേഷം ആ ഒരു സീരിയൽ ടേക്ക് ഓവർ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം എന്തൊക്കെയായാലും എടുക്കും. ആ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 3-4 മാസം സമയം എടുത്തിട്ടായിരിക്കും അതിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യുക മിക്കവാറും. എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയില്ലല്ലോ. എന്തായാലും ബിഗ് ബോസ് സീസൺ 6 സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഒരാൾ എന്തായാലും ഉണ്ടാകും. കാരണം ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ അതനുസരിച്ച് എന്തായാലും ബിഗ് ബോസ് സീസൺ 6 ഒരാളെങ്കിലും സ്വാതന്ത്ര്യം സീരിയലിൽ നിന്ന് ഉണ്ടാകും. കാരണം അത്രയും സൂപ്പർ ഹിറ്റായിട്ട് സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച സീരിയലിൽ നിന്ന് ഒരാൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന് വ്യൂവേഴ്സിനെ കൂട്ടാനായിട്ട് സാധിക്കും. കാരണം ആ ഒരു ആക്ടേഴ്സൊക്കെ ഇപ്പോൾ നല്ലൊരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഒരാളെങ്കിലും അതിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന് അത്യാവശ്യത്തിന് TRPയും കാര്യങ്ങളൊക്കെ കുത്തനെ ഉയർത്താനായിട്ട് സാധിക്കും. പിന്നീട് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളായിട്ട് അത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ ഓഡിഷൻ കോൾ പോയി എന്ന് പറയുന്ന അപ്സര ആവട്ടെ, നമ്മുടെ രാജീവ് ആവട്ടെ, സജിൻ ആയാലും അച്ചു സുഗന്ധ ആയാലും എല്ലാവരും നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. സ്വാതന്ത്ര്യം സീരിയലിന് പാർട്ട് 2 കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സീരിയലിലെ ആക്ടേഴ്സ് ബിഗ് ബോസിൽ വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരുപാടധികം പേരുണ്ട്. അപ്പോൾ രണ്ടും നടക്കട്ടെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം. ടാറ്റ, ബൈ ബൈ, സീ യു.